കല്ലുമാരി ജലസംഭരണിയിലേക്ക് പുതിയ പമ്പ് സെറ്റ് സ്ഥാപിക്കൽ, പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ, പാഴൂർ പമ്പ് ഹൌസ് കെട്ടിടത്തിന്റെ നവീകരണം എന്നിവയുടെ ഉദ്ഘാടനം പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു. നഗരസഭയുടെ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 64 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ പാഴൂർ, മാമലക്കവല, നമ്പൂരിമല, കളമ്പൂർ, കോട്ടപ്പുറം എന്നീ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമെന്ന് നഗരസഭാ അധികൃതർ. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം നഗരസഭയുടെ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 64 ലക്ഷം രൂപ മുടക്കി കല്ലുമാരി ജലസംഭരണിയിലേക്ക് പുതിയ പമ്പ് സെറ്റ്, പൈപ്പ് ലൈൻ എന്നിവയുടെ സ്ഥാപിക്കലും പാഴൂർ പമ്പ് ഹൌസ് കെട്ടിട നവീകരണത്തിന്റെ നിർമ്മാണോദ്ഘാടനവും നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു. 65 ലക്ഷം രൂപ നഗരസഭയുടെ മാത്രം ഫണ്ടാണത്. നഗരസഭയുടെ മാത്രം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പാഴൂരുള്ള നമ്മുടെ പമ്പ് ഹൗസിലെ അവിടുത്തെ മോട്ടർ മാറ്റിവെച്ച് അവിടുത്തെ അതെല്ലാം അതിന്റെ പമ്പിംഗ് ലൈനും ഇലക്ട്രിസിറ്റി കാര്യങ്ങളെല്ലാം ഒന്നും കൂടി നന്നാക്കിയെടുത്ത് ഈ പറയുന്ന പൈപ്പ് ലൈൻ അവിടെ തൊട്ട് ഇവിടം വരെയുള്ള പൈപ്പ് ലൈനും കൂടി മാറ്റി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഈ ടാങ്കിൽ വെള്ളം വരും. വൈസ് ചെയർമാൻ കെ പി സലീം അധ്യക്ഷത വഹിച്ചു. ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കുടിവെള്ളം എത്തുക എന്നുള്ളതാണ്. നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം ആളുകളും ഇന്ന് പൈപ്പിലെ വെള്ളത്തെ ആശ്രയിച്ച് കുടിവെള്ളം അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രദേശത്തും മുക്കിലും മൂലയിലും പൈപ്പ് കണക്ഷൻ എത്തിക്കുക എന്നുള്ള ഒരു പദ്ധതിക്ക് ഞങ്ങൾ രൂപം കൊടുത്തു. പലർക്കും ഉയർന്ന പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിൽ വെള്ളം കിട്ടാതെയായി. പുതിയ കണക്ഷൻകാർക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഈ വെള്ളം എടുക്കുന്നതിന്റെ ഫലമായി പഴയ കണക്ഷൻകാർക്കും കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറി. അപ്പൊ അത് പരിഹരിക്കണമെങ്കിൽ നമ്മുടെ പമ്പിങ്ങിന്റെ ശേഷി വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്കിന്റെയും ശേഷി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അത് കണക്കാക്കിയിട്ടാണ് ഇവിടെ നമ്മുടെ കല്ലുമാരി മലയിലെ ഇപ്പോൾ ഉയർന്ന പ്രദേശം എന്നുള്ള അല്ലെങ്കിൽ പാഴൂര് അതുപോലെ തന്നെ കളമ്പൂര് പ്രദേശങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന ഈ ടാങ്കിന്റെ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് വിമൽ ചന്ദ്രൻ, ജേഴ്സ് പെരിയപുരം, ജൂബി പൌലോ, ഷൈനി ഏലിയാസ്, വത്സല വർഗീസ്, ഡിവിഷൻ കൌൺസിലർ ഡോക്ടർ സജിനി പ്രതീഷ്, കൌൺസിലർമാരായ പി ഗിരീഷ് കുമാർ, മോളി വലിയകട്ടയിൽ, ജോജിമോൻ ചാരുപ്ലാവിൽ, മോളി ബെന്നി, രമ വിജയൻ, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ സിന്ധു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. നമുക്ക് ഓവർഹെഡ് ടാങ്കിലേക്ക് വെള്ളം സാവകാശമാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പോരായ്മ എന്ന് വെച്ചാൽ വെള്ളം കുറച്ച് അറിയുമ്പോൾ ഒരു ദിവസം കൊണ്ടാണ് ഒരു ടാങ്ക് നിറഞ്ഞുകൊണ്ട് അതനുസരിച്ചുള്ള വെള്ളമാണ് അവിടെ കിട്ടിയുള്ളൂ. ഇപ്പോൾ 64 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ, വൈസ് ചെയർമാനും ആ പദ്ധതിക്ക് പൈസ അവർ മുതൽക്കൂട്ടി മാറ്റി വെക്കുകയും ആ പദ്ധതിയുടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ പ്രധാനമായിട്ട് നമുക്കൊരു 50 HP ഒരു മോട്ടർ അതിവേഗം അവിടെ നിന്ന് പമ്പ് ചെയ്ത് ഈ ഓവർഹെഡ് ടാങ്കിലേക്കും അതുപോലെ തന്നെ ഈ ഇവിടെ 3 ലക്ഷത്തിന്റെ പഴയ ആ ടാങ്കിലേക്കും കുടിവെള്ളം എത്രയും പെട്ടെന്ന് ഇപ്പം 3 മണിക്കൂർ കൊണ്ട് അടിക്കുന്ന ആ വെള്ളം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളം ആ പ്രദേശത്തേക്ക് എത്തുമെന്ന കാര്യത്തിലാണ് ഇതിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. പദ്ധതി പൂർത്തിയാകുന്നതോടെ പാഴൂർ, മാമലക്കവല, നമ്പൂരിമല, കളമ്പൂർ, കോട്ടപ്പുറം പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഐ വിഷൻ, പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.